വാർത്തകൾ തുടരുന്നു. പുതിയകാവ് ഈസ്റ്റ് മദ്രസത്തുനൂറിന്റെ ശിലാസ്ഥാപനം SMK തങ്ങൾ നിർവഹിച്ചു. സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മോമിനിയങ്ങളുടെ ശരീരം സമ്പത്തും എല്ലാം ഉള്ള വിലക്കെട്ടിരുത്തിയിരിക്കുകയാണ്. ആർക്കൊക്കെ അത് കൊടുത്തു വാങ്ങാൻ പറ്റുന്നോ അവരെല്ലാം വിജയികളാണ്. അതായത് അതിൽ പ്രവർത്തിക്കാൻ പറ്റുന്നോ അവർക്കെല്ലാം വിജയം. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം സ്വർഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ നാട്ടിൽ ഈ മദ്രസ ഉയരാൻ വേണ്ടി ആർക്കൊക്കെ സാമ്പത്തികമായിട്ടും ആർക്കൊക്കെ ശാരീരികമായിട്ടും അതേപോലെ മാനസിക പിന്തുണയും നൽകി സഹകരിക്കാൻ പറ്റുന്നു അതെല്ലാം വളരെ നല്ലതാണ്. അതിൻ്റെ പരമാവധി നമ്മൾ പ്രവർത്തിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 കൂട്ടുകാരാണുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാം കൂടി എണ്ണി ആകത്തുക കൂട്ടി പേച്ച് കിഴിക്ക് ഹരിച്ച് വന്നാൽ 3 കൂട്ടുകാരുണ്ടാവും. ഒന്നാമത് അവൻ്റെ സമ്പത്ത് അവൻ്റെ കൂട്ടുകാരനാണ്. മരിച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ കണക്ഷൻ വിട്ടു പിന്നെ മൂപ്പർക്ക് ഒരു ബന്ധം സ്വത്തായിട്ടില്ല. എത്ര കോടി ഏക്കർ ഉണ്ടെങ്കിലും ജീവനാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോടി മൂപ്പരുമായിട്ട് ആ ഏക്കറായിട്ട് ഒരു ബന്ധമില്ല. അതെല്ലാം അതിൻ്റെ അവകാശികൾക്ക് പോയി. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ TK ഹമീദ് അധ്യക്ഷനായി. പുതിയകാവ് മഹല്ല് അബുദാബി അസോസിയേഷൻ പ്രസിഡന്റ് KR സഗീർ, വൈസ് പ്രസിഡന്റ് MH സിദ്ദീഖ്, മഹല്ല് പ്രസിഡന്റ് KS ഇബ്രാഹിം കുട്ടി, മഹല്ല് ഖത്തീബ് ഹൈദരലി സഅദി, SA സിദ്ദീഖ്, KA ബർക്കത്തലി റഹ്മാൻ, MK അബ്ദുൽ ഖാദർ, VH സെയ്ദ് മുഹമ്മദ്, PM മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ചക്രപ്പാടം ശ്രീ സരസ്വതി വിദ്യാനികേതനിൽ LKG UKG വിദ്യാർത്ഥികളുടെ ദ്വിദിന പഠന ശിബിരം സംഘടിപ്പിച്ചു. വിദ്യാലയ സമിതി വർക്കിംഗ് പ്രസിഡന്റ് KS ജയചന്ദ്രൻ ശിബിരം ഉദ്ഘാടനം ചെയ്തു. ER കാർത്തികേയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക A ധന്യ, PK മുരളീധരൻ, CV സജയൻ, വിൻഷ ശിവദാസ്, സിന്ധു രാധാകൃഷ്ണൻ, ഷൈനി രഘുറാം എന്നിവർ സംസാരിച്ചു. വലപ്പാട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ 2014-15 വർഷത്തെ ആത്മ ഫാം സ്കൂൾ പദ്ധതി പ്രകാരം യുവ കർഷകനായ വാലിപ്പറമ്പിൽ സാലിന്റെ കൃഷിയിടത്തിൽ കാർഷിക വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ഫാം സ്കൂളിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 30 കർഷകർക്ക് വിവിധ ദിവസങ്ങളിലായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തിവരുന്നുണ്ട്. ശനിയാഴ്ച സാൽ വാലിപ്പറമ്പിൽ തന്റെ കൃഷിയിടത്തിൽ അനുവർത്തിക്കുന്ന കൃഷിരീതികളെക്കുറിച്ചും ജൈവ കൃഷിയെക്കുറിച്ചും കർഷകർക്ക് ക്ലാസ് നൽകി. തെങ്ങും അടയ്ക്കാനും സാധാരണ നമ്മൾ കാണുന്ന പോലെ ഉള്ളതൊക്കെ ഉണ്ട്. പിന്നെ പോണതിന് പകരം കുറേ എണ്ണം ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേറ്റ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആ തെങ്ങ് റിജുവിനേഷൻ പ്രൊജക്ടിന്റെ പകരം കുറേ തെങ്ങുകളൊക്കെ മുറിച്ച് കളഞ്ഞില്ലേ. അപ്പോൾ ഒരു 10-15 എണ്ണം ഇവിടെ മുറിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 20 എണ്ണത്തോളം ഞാൻ തൈകൾ വേറെ വാങ്ങിച്ചും അവർ തന്ന തൈകളും ഞാൻ പറമ്പിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതിലും കൂടുതലിന് തെങ്ങിനെ പരിപാലിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം പരിപാലിക്കുകയാണെങ്കിൽ എനിക്കറിയണം ഏത് തരത്തിലുള്ള തെങ്ങ് ആണ് നമുക്ക് അധികം താമസമില്ലാതെ രോഗങ്ങളില്ലാതെ, കാരണം നമുക്ക് രോഗങ്ങൾ വലിയ പ്രശ്നമാണല്ലോ, രോഗങ്ങളില്ലാതെ ഏതാണ് നമുക്കൊരു മീഡിയം നിലവാരത്തിലെങ്കിലും വിളവ് തരുന്നത് അത്തരത്തിലുള്ള തെങ്ങുകളെ കണ്ടെത്തിയിട്ട് കൊണ്ടുവന്ന് വെക്കണം. പിന്നെ കരിക്കിന് കുറച്ച് പ്രചാരം വന്നപ്പോൾ 10-15ഓളം നമ്മുടെ ചെങ്കുറുമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, റെഡ് ഡോർഫ്, ആ വെറൈറ്റി നട്ടിട്ടുണ്ട്. പെരിഞ്ഞനം ചക്രപ്പാടം ഏറാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രം ശാന്തി ഷിനോദ് കാവുങ്ങൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ES സുവീഷ്, EK ഉത്തമൻ, ER സുരേഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി ശ്രീ തെച്ചിക്കാവ് അയ്യപ്പൻകാവിൽ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച അയ്യപ്പൻ തീയാട്ട് നടത്തി. മുളങ്കുന്നത്തുകാവ് നാരായണൻകുട്ടി നമ്പ്യാരുടെ നേതൃത്വത്തിലാണ് തീയാട്ട് നടത്തിയത്. തീയാട്ടിന്റെ ചടങ്ങുകളായ കൂറയിടൽ, കളംപൂജ, തോറ്റംപാട്ടുകൾ, അയ്യപ്പ ജനനം കൂത്ത്, മുല്ലക്കൽ ഭഗവതിയുടെ എഴുന്നള്ളത്ത്, ഈടും കൂറും, കോമരത്തിന്റെ നൃത്തം, കളം മായ്ക്കൽ എന്നിവയും നടന്നു.
പ്രതിഷ്ഠാദിനമായ ശനിയാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട് എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് കാഴ്ച ശിവേലിയും ഉണ്ടായിരുന്നു. കേളത്ത് അരവിന്ദാക്ഷമാരാരുടെ നേതൃത്വത്തിലുള്ള മേളം എഴുന്നള്ളിപ്പിന് കൊഴുപ്പേകി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കലാമണ്ഡലം അരുൺ വാര്യർ, നെടുമ്പുള്ളി രാംമോഹൻ എന്നിവർ പങ്കെടുത്ത കിർമീരവധം ആട്ടക്കഥയിലെ ലളിതയുടെ പദാവതരണവും ഉണ്ടായിരുന്നു. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെറുമുക്ക് ജാതവേദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം കാരാപ്പുള്ളി ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിൽ ഉത്രം വിളക്ക് ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് രാവിലെ നിർമാല്യ ദർശനം, ഗണപതി ഹോമം, കലശപൂജ, ഗൂഢാന പൂജ, ശ്രീബലി എഴുന്നള്ളിപ്പ്, പഞ്ചഗവ്യം, രുദ്രാഭിഷേകം, നവകലശാഭിഷേകം, കാവടിയാട്ടം, സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രത്യേകാഭിഷേകം, വൈകിട്ട് കാഴ്ച ശിവേലി, ദീപാരാധന, നടയിൽ പറയെടുപ്പ്, ചാക്യാർകൂത്ത് എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബാർകോഴ കേസിൽ ആരോപണ വിധേയനായ ധനമന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് LDFന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ വാർക്കപ്പണിക്കിടെ തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.